HS Radio. Shivagiri HS Radio. Sa sa da sa ni da pa ni da ma ga ma ga re sa. Sa sa da sa ni da pa ni da ma ga ma ga re sa. Shivagiri HS Radio. വിപ്ലവ സൂര്യൻ BSന് ശിവഗിരി HS റേഡിയോയുടെ ആദരാഞ്ജലികൾ. വിപ്ലവ സൂര്യൻ BSന് വിട. ചത്തെന്നു കരുതി ചാക്കിൽ കെട്ടി ഉപേക്ഷിക്കാൻ പോയ പോലീസ്. മൃതശരീരം കുഴിച്ചിടാൻ സഹായത്തിനായി കൂടെ കൂട്ടിയ മോഷണക്കേസ് പ്രതി കള്ളൻ കോലപ്പനാണ് പോലീസ് ജീപ്പിലെ ചാക്ക് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ആദ്യം പോലീസ് അത് കാര്യമാക്കിയില്ലെങ്കിലും ഒടുവിൽ കള്ളൻ കോലപ്പന്റെ ശാസനയ്ക്കു വഴങ്ങി പോലീസ് അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. പോലീസ് ആ മനുഷ്യനോട് ചെയ്ത ക്രൂരത കണ്ട് അന്ന് ഡോക്ടർമാർ പോലീസ് ഇൻസ്പെക്ടറെ കണക്കിന് ശകാരിച്ചു. അവിടെ നിന്നാണ് അയാൾ ഉയർത്തെഴുന്നേറ്റത്. അത് തോൽക്കാൻ മനസ്സില്ലാത്ത, ആരുടെ മുന്നിലും അടിയറവ് പറയാൻ തയ്യാറല്ലാത്ത ഒരു പോരാളിയുടെ പുനർജന്മമായിരുന്നു. 4-ാം വയസ്സിൽ അമ്മയെയും 11-ാം വയസ്സിൽ അച്ഛനെയും നഷ്ടപ്പെട്ട, കൊടിയ ദാരിദ്ര്യം അനുഭവിച്ച് കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെ എല്ലാ പ്രതിബന്ധങ്ങളെയും തട്ടിമാറ്റി നാടിന് വെളിച്ചം പകർന്ന ചെന്താരകം. കുട്ടനാട്ടിൽ ആദ്യമായി കർഷകരെ സംഘടിപ്പിച്ചു സമരം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് പ്രായം 20. 1952 ആലപ്പുഴ ജില്ലാ ഡിവിഷൻ സെക്രട്ടറി. 29 വയസ്സ്. അന്ന് കേരളത്തിൽ 5 ജില്ലയേ ഉള്ളൂ. ഇന്നത്തെ കുഞ്ഞൻ ജില്ലയല്ല ആലപ്പുഴ. 1986 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ ഏറ്റവും ശക്തമായ ഘടകമായ ആലപ്പുഴ ജില്ലയുടെ സെക്രട്ടറിയാകുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം 33. 34-ാം വയസ്സിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം. വെറും 4-ാം ക്ലാസ്സുകാരനായ ഇരുണ്ട നിറമുള്ള ആ കുഞ്ഞൻ മനുഷ്യൻ 1959 തന്റെ 35-ാം വയസ്സിൽ പാർട്ടി സെൻട്രൽ കമ്മിറ്റി അംഗം. തല നരയ്ക്കുന്നതല്ല എൻ്റെ വൃദ്ധത്വം, തല നരയ്ക്കാത്തതല്ല എൻ്റെ യുവത്വം. പുതിയ കൊടിയ ദുഷ്പ്രഭത്വത്തിന് തിരുമുമ്പില് തല കുനിക്കാത്ത ശീലമാണ് യൗവനം. ജന്മിത്തവും അയിത്തവും അടിച്ചമർത്തലും കൂലി ചോദിച്ചാൽ മരണവും വിധിക്കുന്ന പൂർവകാല കേരളത്തെ ഒട്ടേറെ സമരങ്ങളിലൂടെയും പോരാട്ടങ്ങളിലൂടെയും ആധുനിക കേരളത്തെ വാർത്തെടുക്കുന്നതിൽ മുന്നിൽ നിന്ന പോരാളി. അതുകൊണ്ട് തന്നെയാണ് ആയിരങ്ങൾ ഒരേ താളത്തോടെ വിളിക്കുന്നത്, കണ്ണേ കരളെ BSA, ഞങ്ങളെ നെഞ്ചിലെ റോസാപ്പൂവേ, പുനഃപ്രയയുടെ പൊന്മുത്തേ എന്ന ഹൃദയത്തിൽ തൊട്ടുള്ള മുദ്രാവാക്യങ്ങൾ. 2006 അദ്ദേഹം മത്സരിക്കാൻ ഇടയില്ല എന്നറിഞ്ഞ ജനങ്ങൾ തെരുവിലിറങ്ങിയത് മറക്കാൻ കഴിയാത്ത ചരിത്ര സംഭവമാണ്. പ്രസ്ഥാനത്തെ വഴി തെറ്റാതെ നേർവഴിക്ക് നയിച്ച പോരാളി, വർഗീയതയെ വിട്ടുവീഴ്ചയില്ലാതെ എതിർത്ത, മാനവ ഐക്യത്തിനു വേണ്ടി പോരാടിയ ധീരൻ, മണ്ണിനും മനുഷ്യനും കാവലായി മാറിയ കാരിരുമ്പിന്റെ കരുത്തുള്ള വിപ്ലവ സൂര്യനെ വിട. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അവതരിപ്പിക്കുന്നത് അനോന സിദ്ധു, ദിയ, അനഖാറാം. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ. BS നിത്യതയിൽ യുഗതാരകം, മണ്ണിന്റെ പുത്രനെ അഗ്നി ഏറ്റുവാങ്ങി. F-35 തിരുവനന്തപുരത്ത് നിന്ന് UK പറന്നു. അഗ്നിയാത്രയ്ക്കായി ഒരുക്കിയത് VS ഫ്ലാഗ് ഓഫ് ചെയ്ത ബസ്. ISRO നാസ കൂട്ടുകെട്ട്, ഭൂഗോളത്തിന് കാവലാകാൻ നിസാർ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ വിശദമായി. BS നിത്യതയിൽ യുഗതാരകം, മണ്ണിന്റെ പുത്രനെ അഗ്നി ഏറ്റുവാങ്ങി. കാലവും ചരിത്രവും സാക്ഷിയായി നിൽക്കവേ VS അച്യുതാനന്ദന്റെ ഭൗതികദേഹം അഗ്നിയിൽ ലയിച്ചു. മണ്ണിന്റെ സ്നേഹവും കരുതലും വിണ്ണോളമുയർത്തിയ സഖാവിനെ പിറന്ന മണ്ണ് നിറകണ്ണീരോടെ ഏറ്റുവാങ്ങി. കേരളം ഇന്നോളം ദർശിച്ചിട്ടില്ലാത്ത ജനസഞ്ചയം പ്രകൃതി തൂവിയ കണ്ണീർ മഴയിൽ പ്രിയ നേതാവിന് അന്ത്യാഭിവാദ്യം നൽകി. രക്തസാക്ഷി സ്മരണകൾ ഇരമ്പുന്ന ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ ബുധനാഴ്ച രാത്രി 9:15 സംസ്കാരം. 30 മണിക്കൂർ നീണ്ട വിലാപയാത്രയ്ക്കൊടുവിൽ 10,000ങ്ങളുടെ കണ്ഠങ്ങളിൽ നിന്നുതിർന്ന
കണ്ണേ കരളെ വിളികൾ അന്തരീക്ഷത്തിൽ മുഴങ്ങവേ മകൻ VA അരുൺകുമാർ ചിതയിലേക്ക് അഗ്നി പകർന്നു. ആലംബം നഷ്ടമായവരുടെ ആർത്തനാദം പോലെ ജനക്കൂട്ടം അലറി വിളിച്ചു. ഞങ്ങളുടെ ചങ്കിലെ റോസാപ്പൂവേ, ഇല്ല ഇല്ല, മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ. ആർത്തുലച്ചു പെയ്യുന്ന മഴയെ വകവയ്ക്കാതെ അനുയായികൾ പിന്നെയും ഇൻകുലാബ് മുഴക്കി. പ്രിയതമ വസുമതി അച്യുതാനന്ദനും മകൾ VV ആശയും വിങ്ങിപ്പൊട്ടി. F-35 തിരുവനന്തപുരത്ത് നിന്ന് UK പറന്നു. 1 മാസത്തിലധികമായി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കുടുങ്ങിയ ബ്രിട്ടീഷ് നാവികസേനയുടെ F-35B യുദ്ധവിമാനം രാജ്യം വിട്ടു. സാങ്കേതിക തകരാറുകളെ തുടർന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിർത്തിയിട്ട യുദ്ധവിമാനത്തിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയായിരുന്നു. തുടർന്ന് തിങ്കളാഴ്ച പരീക്ഷണ പറക്കൽ നടത്തി പ്രവർത്തനക്ഷമത ബോധ്യപ്പെട്ടതോടെയാണ് വിമാനം UK പറന്നത്. അന്ത്യയാത്രയ്ക്കായി ഒരുക്കിയത് VS ഫ്ലാഗ് ഓഫ് ചെയ്ത ബസ്. VS അച്യുതാനന്ദന്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര KSRTCയുടെ പ്രത്യേക ബസ്സിലായിരുന്നു. അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കെ കൊണ്ട് ഉദ്ഘാടനം ചെയ്ത ജൻജൻ ബസ്സിലായിരുന്നു ചേതനയേറ്റ VSന്റെ ശരീരം വിലാപയാത്രയായി കൊണ്ടുപോയത്. സെക്രട്ടേറിയറ്റിനു പിന്നിലെ സെൻട്രൽ സ്റ്റേഡിയത്തിലായിരുന്നു ആ ബസ്സുകളുടെ ഉദ്ഘാടനം. അന്ന് ഫ്ലാഗ് ഓഫിന് ശേഷം VS ആ ബസിന്റെ മുൻ സീറ്റിലായിരുന്നു ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസ് വരെ അദ്ദേഹം യാത്ര ചെയ്തു. ISRO നാസ കൂട്ടുകെട്ട്. ഭൂഗോളത്തിന് കാവലാകാൻ നിസാർ. ഏതെങ്കിലും രാജ്യത്തിനു വേണ്ടിയെന്ന പ്രഖ്യാപിത ലക്ഷ്യം മാറ്റിവെച്ച് ഭൂഗോളത്തിന്റെ ഓരോ ഇഞ്ചും അരിച്ചുപിറക്കി അതിനു കാവലാളാകാൻ ലോകത്തെ ആദ്യ ഉപഗ്രഹമായ നിസാർ ഈ മാസം 30-ന് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് കുതിച്ചുയരും. 13,000 കോടി രൂപ മുടക്കി അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയും ISROയും സംയുക്തമായി 10 വർഷം കൊണ്ടാണ് നിർമ്മിച്ചത്. ലോകത്തെ ചെലവേറിയ ഉപഗ്രഹമാണിത്. ISROയുടെ സാങ്കേതിക മേന്മയ്ക്കുള്ള അംഗീകാരം കൂടിയാണിത്. നാസ ISRO സിന്തറ്റിക് അപ്പർച്ചർ റഡാർ എന്നതിന്റെ ചുരുക്കപ്പേരാണ് നിസാർ. ഓപ്പറേഷൻ സിന്ദൂറിൽ പാർലമെന്റിൽ ചർച്ച. പെഹൽഗാം ഭീകരാക്രമണം. ഓപ്പറേഷൻ സിന്ദൂർ വിഷയങ്ങൾ ഉയർത്തി ലോക്സഭയും പ്രതിപക്ഷം സ്തംഭിപ്പിച്ചു. തുടർന്ന് ലോക്സഭയും രാജ്യസഭയും നാളേക്ക് പിരിഞ്ഞു. ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണം വിവാദത്തിൽ പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധിച്ച ശേഷമാണ് സഭയ്ക്കുള്ളിൽ പ്രതിപക്ഷം പ്രതിഷേധമുയർത്തിയത്. സഭ സ്തംഭനം പതിവായതോടെ സർക്കാർ അയഞ്ഞു. തിങ്കളാഴ്ച ലോക്സഭയിലും ചൊവ്വാഴ്ച രാജ്യസഭയിലും 16 മണിക്കൂർ വീതം ചർച്ച നടത്താനാണ് തീരുമാനം. ഒരിക്കൽ കൂടി സെക്രട്ടേറിയറ്റിലെത്തി യാത്രാമൊഴി ഏറ്റുവാങ്ങി. 14 വർഷങ്ങൾക്ക് ശേഷം സെക്രട്ടേറിയറ്റിലേക്ക് VS അച്യുതാനന്ദൻ എത്തി. ചേതനയേറ്റ ശരീരമായി. 2011-ൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങിയ അദ്ദേഹം പിന്നീട് സെക്രട്ടേറിയറ്റിൽ വന്നിരുന്നില്ല. അധികാരങ്ങളും പദവികളും ഇല്ലാതിരുന്നിട്ടും അദ്ദേഹം സാധാരണക്കാരുടെ ശബ്ദമായി സജീവമായിരുന്നു. ദിവസേന 100 കണക്കിന് ആളുകൾ VSനെ കാണാൻ അദ്ദേഹത്തിന്റെ തിരുവനന്തപുരത്തെ വീട്ടിലെത്തിയിരുന്നു. സാമ്പത്തിക വാണിജ്യ കരാർ ഒപ്പുവെച്ചു. 60,000 ഇന്ത്യക്കാർക്ക് ബ്രിട്ടനിൽ തൊഴിൽ. ബ്രിട്ടനിൽ തൊഴിൽ തേടുന്ന മലയാളികൾ അടക്കമുള്ള ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് കൂടുതൽ അവസരങ്ങളും ചട്ടങ്ങളിൽ ഇളവും നൽകുന്ന സമഗ്ര സാമ്പത്തിക വാണിജ്യ കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു. പ്രതിവർഷം 60,000-ലേറെ ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് ഗുണം ചെയ്യും. ഇന്ത്യയിൽ നിന്നുള്ള ഒട്ടേറെ ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തിയിരുന്ന നികുതി പൂർണ്ണമായി ഒഴിവാക്കും. മത്സ്യ ഉൽപ്പന്നങ്ങളും സുഗന്ധദ്രവ്യങ്ങളും നാണ്യവിളകളും ഇവയിൽ ഉൾപ്പെടുന്നതിനാൽ കേരളത്തിൽ നിന്നുള്ള കയറ്റുമതി വർദ്ധിക്കും. ബ്രിട്ടീഷ് പാർലമെന്റിന്റെ അംഗീകാരം നേടേണ്ടതിനാൽ പ്രാബല്യത്തിൽ വരാൻ 1 വർഷത്തോളമാവും. UK പ്രധാനമന്ത്രി കിയർ സ്റ്റാർമറുടെയും ബ്രിട്ടനിൽ സന്ദർശനം നടത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും സാന്നിധ്യത്തിൽ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലും UK ബിസിനസ് ആൻഡ് ട്രേഡ് സ്റ്റേറ്റ് സെക്രട്ടറി ജൊനാഥൻ റെയ്നോൾഡ്സുമാണ് കരാറിൽ ഒപ്പിട്ടത്. ഉറ്റവർ ഉപേക്ഷിച്ചവർ ഏറ്റെടുക്കാൻ ആരുമില്ലാതെ സർക്കാർ ആശുപത്രികളിൽ. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ നിരവധി മനുഷ്യർ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മാത്രം ഏറ്റെടുക്കാൻ ആരുമില്ലാതെ കിടക്കുന്നത് 59 പേരാണ്. ഇതിൽ ഭൂരിഭാഗവും മാനസിക നില തെറ്റിയവർ ആണ്. ഡൽഹിയിലിറങ്ങിയ എയർ ഇന്ത്യ വിമാനത്തിൽ തീപിടുത്തം. ഡൽഹി വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്ത എയർ ഇന്ത്യ വിമാനത്തിൽ തീപിടുത്തം.
ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ലാൻഡ് ചെയ്ത ഹോഗ്ലോക്ക് ഡൽഹി എയർ ഇന്ത്യ വിമാനത്തിന്റെ ഓക്സിലറി പവർ യൂണിറ്റിലാണ് തീപിടിച്ചത്. യാത്രക്കാരും ജീവനക്കാരും സുരക്ഷിതരാണെന്ന് അധികൃതർ അറിയിച്ചു. ജൂലൈ 22-ന് ഹോഗ്ലോക്കിൽ നിന്ന് ഡൽഹിയിലേക്ക് സർവീസ് നടത്തിയ AI-315 വിമാനത്തിലെ ഒരു ഓക്സിലറി പവർ യൂണിറ്റിനാണ് ലാൻഡിംഗ് നടത്തി ഗേറ്റിൽ പാർക്ക് ചെയ്തതിനു തൊട്ടു പിന്നാലെ ഒരു ഓക്സിലറി പവർ യൂണിറ്റിൽ തീപിടിച്ചത്. യാത്രക്കാർ ഇറങ്ങാൻ തുടങ്ങിയപ്പോഴായിരുന്നു സംഭവം. തീപിടിച്ച APU ഉടൻ തന്നെ ഓട്ടോമാറ്റിക്കായി പ്രവർത്തനം നടത്തി. എയർ ഇന്ത്യ വ്യക്തമായി പ്രസ്താവനയിലൂടെ പറഞ്ഞു. വീരമല കുന്നിടിഞ്ഞ് കാറിനു മുകളിൽ സിന്ധു ടീച്ചർക്കിത് പുനർജന്മം. പുനർജനിയുടെ ആശ്വാസത്തിലാണ് സിന്ധു ടീച്ചർ. ഉഗ്രശബ്ദത്തിൽ റോഡിലേക്കിടിഞ്ഞ മലയിൽ കുടുങ്ങിയ കാറിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടെന്ന് ഇപ്പോഴും അറിയില്ല. കാസർഗോഡ് ചെറുവത്തൂർ മയ്യിച്ചയിൽ 100 മീറ്റർ ഉയരത്തിലുള്ള വീരമല കുന്നാണ് ദേശീയപാതയിലേക്ക് ഇടിഞ്ഞത്. മയ്യിച്ചയിൽ എത്തിയപ്പോൾ റോഡിലേക്ക് മണ്ണിടിയുന്നത് കണ്ടിരുന്നു. വേഗത്തിൽ പോകാമെന്ന് കരുതി കാർ മുന്നോട്ടെടുത്തു. പക്ഷേ മിന്നൽ വേഗത്തിൽ കുന്നിടിഞ്ഞ് കാറിനെ മൂടി. കാർ ഹൈവേയുടെ വലതുഭാഗത്തേക്ക് നീങ്ങിയെങ്കിലും മറിഞ്ഞില്ല. തുടർന്ന് കാർ ഓഫ് ചെയ്തു. ഓടിയെത്തിയ നാട്ടുകാരാണ് രക്ഷിച്ചത്. നടുക്കം മാറാതെ സമീപത്തെ ഹോട്ടലിൽ തളർന്നിരുന്ന സിന്ധു പറഞ്ഞു. ശിവഗിരി സ്കൂളിന് സ്പോർട്സ് ഉപകരണങ്ങൾ കൈമാറി മാതൃകയായി ബിൽസ്. ശിവഗിരി ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്ന ബിൽസ് സ്കൂളിലേക്ക് ആവശ്യമായ സ്പോർട്സ് ഉപകരണങ്ങൾ നൽകി. ബിൽസിന്റെ മകനായ സഫർ ബിൽസ് സ്പോർട്സ് ഉപകരണങ്ങൾ സ്കൂളിൽ നടന്ന ചടങ്ങിൽ വെച്ച് ഹെഡ് മിസ്ട്രസ് ബിനിദാസിനും വർക്കല പോലീസ് സ്റ്റേഷനിലെ അഡീഷണൽ സബ് ഇൻസ്പെക്ടർ ബിജുവിനും കൈമാറി. സഫർ ബിൽസിൽ നിന്നും സ്വീകരിച്ച സ്പോർട്സ് ഉപകരണങ്ങൾ ഇരുവരും സ്കൂൾ കായിക അധ്യാപകനായ ശ്രീഷാക്കുട്ടിക്ക് കൈമാറി. സ്പോർട്സ് ഉപകരണങ്ങൾ സ്കൂളിന് സമ്മാനിച്ച ബിൽസിന് ഹെഡ് മിസ്ട്രസ് ബിനിദാസ് നന്ദി അറിയിച്ചു. ശിവഗിരി ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ ക്ലാസ് നടന്നു. ഹയർ സെക്കൻഡറി, ഹൈസ്കൂൾ വിഭാഗങ്ങളിലായി 2 ദിവസങ്ങളായി നടന്ന ക്ലാസ് വർക്കല പോലീസ് സ്റ്റേഷനിലെ അഡീഷണൽ സബ് ഇൻസ്പെക്ടറായ ബിജു ക്ലാസ് എടുത്തു. കുട്ടികളിൽ കണ്ടുവരുന്ന അക്രമവാസനയും ലഹരി ഉപയോഗവും ഇല്ലാതാക്കുന്നതിന് ഏറ്റവും ഫലപ്രദമായ ക്ലാസ്സായിരുന്നു നടന്നത്. ഹയർ സെക്കൻഡറി, ഹൈസ്കൂൾ ഭാഗങ്ങളിലെയും എല്ലാ കുട്ടികൾക്കും ക്ലാസ് നൽകുവാൻ കഴിഞ്ഞു. ശിവഗിരി സ്കൂളിന് പ്രഷർ പമ്പുകൾ നൽകി PTA. ശിവഗിരി ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്ലീനിംഗ് ജോലി കൂടുതൽ ഭംഗിയായി നടത്തുന്നതിനായി PTA 2 പ്രഷർ പമ്പുകൾ വാങ്ങി നൽകി. സ്കൂളിൽ നടന്ന ചടങ്ങിൽ PTA പ്രസിഡന്റ് ഷൈനിൽ നിന്ന് പ്രിൻസിപ്പൽ OV കവിത, ഹെഡ് മിസ്ട്രസ് ബിനിദാസ് എന്നിവർ പമ്പുകൾ ഏറ്റുവാങ്ങി. സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധിയായി ചന്ദ്രബാബു, PTA അംഗങ്ങൾ, അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു. സ്കൂളിന് പ്രഷർ പമ്പുകൾ നൽകിയ PTAക്ക് സ്കൂളിന്റെ പേരിലുള്ള നന്ദി പ്രിൻസിപ്പൽ OV കവിത അറിയിച്ചു. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ ഒരിക്കൽ കൂടി. VS നിത്യതയിൽ യുഗതാരകം. മണ്ണിന്റെ പുത്രനെ അഗ്നി ഏറ്റുവാങ്ങി. F-35 തിരുവനന്തപുരത്ത് നിന്ന് UK പറന്നു. അന്ത്യയാത്രയ്ക്കായി ഒരുക്കിയത് VS ഫ്ലാഗ് ഓഫ് ചെയ്ത ബസ്. ISRO നാസ കൂട്ടുകെട്ട്. ഭൂഗോളത്തിന് കാവലാകാൻ നിസാർ. പോയ വാരത്തിലെ വിശേഷങ്ങൾ അവസാനിച്ചു. സാ സദസ നിദ പനിദ മഗ മഗരി സ. സാ സദസ നിദ പനിദ മഗ മഗരി സ. ശിവഗിരി HS റേഡിയോ കേൾക്കൂ, സമ്മാനങ്ങൾ നേടൂ. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. പോയ വാരത്തിലെ വിജയികളില്ല. പോയ വാരത്തിലെ ചോദ്യവും ഉത്തരവും. ആരുടെ നോവലാണ് ദി വയലിനിസ്റ്റ്? അജീഷ്. ശിവഗിരി HS റേഡിയോ ആഴ്ചയിലെ ചോദ്യം. നിസാറിന്റെ പൂർണ്ണരൂപം. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. ഈ ആഴ്ചത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കേൾക്കാം. ശിവഗിരി HS റേഡിയോ.